രാമായണ മാസം 22-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീതാദേവിയെ വണങ്ങിയതിനു ശേഷം കുറച്ചകലെ ഒരു മരത്തിന്റെ ശാഖയിൽ ഇരുന്നുകൊണ്ട് ഹനുമാൻ ആലോചിച്ചു. ഒരു രാജ്യകാര്യത്തിനു വേണ്ടി സമർത്ഥനായ ദൂതനെ ശത്രുവിന്റെ നഗരത്തിലേക്ക് അയച്ചാൽ പറഞ്ഞയച്ച കാര്യം ഭംഗിയായി നിറവേറ്റിയതിനു ശേഷം തന്റെ യജമാനന്റെ കാര്യത്തിന് വീഴ്ച പറ്റാതെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ട് പോകുന്നവനാണ് ഉത്തമനായ ദൂതൻ. അതിന് ഞാൻ രാക്ഷസേശ്വരനെ ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. അതിനു പറ്റിയ നല്ല വഴി ഇത് തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ രാവണന്റെ പൂന്തോട്ടം നശിപ്പിച്ചു തുടങ്ങി. സീത ഇരിക്കുന്നിടത്ത് ശിംശാപാവൃക്ഷം ഒഴിച്ചുള്ള മറ്റു മരങ്ങളെല്ലാം ഹനുമാൻ അടിച്ചു തകർത്തു. പൂവ്, ഇല, കായ് എന്നിവയോട് കൂടിയ വള്ളിക്കൂട്ടം, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവയെല്ലാം തകർന്നു വീഴുമ്പോൾ ഭയന്ന് നിലവിളിക്കുന്ന ജനങ്ങളുടെ പലതരം ശബ്ദങ്ങളും പക്ഷികൾ പേടിച്ച് ആകാശത്ത് നാലുപാടും പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങളും കൊണ്ട് ശ്രീരാമദൂതനും മഹാപരാക്രമിയായ ഹനുമാൻ പെട്ടെന്ന് രാക്ഷസ നഗരിയെ കീഴ്മേൽ മറിച്ചു. പേടിച്ചുണർന്ന രാക്ഷസ സ്ത്രീകൾ കവിവീരനെ കണ്ടു. ഇവൻ അതിശക്തനാണ്, ഇടിനാദം പോലെയാണ് ഇവന്റെ ശബ്ദം. എന്ത് ജന്തുവാണിത്? എന്തിനാണ് ഇവിടെ വന്നത്? സുന്ദരി, നിന്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ പറഞ്ഞില്ലേ? പറയൂ. ഇവന് കുരങ്ങിന്റെ രൂപമാണല്ലോ. ഇവനെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്നു. ഇവൻ ഈ രാത്രിയിൽ ഇരുട്ടത്ത് വരാൻ എന്താണ് കാരണം? നിനക്കറിഞ്ഞുകൂടെ? ഇവൻ ആരാണെന്ന് പറയൂ. സീത പറഞ്ഞു, രാക്ഷസന്മാർ ഉണ്ടാക്കുന്ന മായകൾ അവരൊഴിച്ച് മറ്റാർക്കെങ്കിലും അറിയാൻ കഴിയുമോ? ഇവനെ ഇവിടെ അടുത്ത് കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. സീത രാക്ഷസ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ അതെല്ലാം പോയി രാവണനോട് പറഞ്ഞു. അതിബലവാനും പർവ്വത ശരീരനുമായ ഒരു വാനരൻ ഉദ്യാനമെല്ലാം അടിച്ചു തകർത്ത് കളഞ്ഞു. പോരിന് തയ്യാറായി വന്ന അവൻ പേടികൂടാതെ യാഗമന്ദിരവും മാളികയും എല്ലാം തല്ലിപ്പൊളിച്ചു. ഉദ്യാനപാലകരെയെല്ലാം അവൻ ഇരുമ്പുലക്ക് കൊണ്ട് അടിച്ചു കൊന്നു. അവൻ ഈ ലോകത്ത് ആരെയും പേടിയില്ല. അവൻ അവിടെ നിന്ന് ഇനിയും പോയിട്ടില്ല. രാക്ഷസ സ്ത്രീകൾ പറഞ്ഞത് കേട്ട് രാവണൻ പാമ്പിനെ പോലെ ക്രുദ്ധനായി പറഞ്ഞു, ഈ രാത്രിയിൽ ഇരുട്ടത്ത് പേടികൂടാതെ ഇവിടെ വന്നവൻ ഒട്ടും നിസ്സാരനല്ലെന്ന് തീർച്ച. മൂർച്ചയേറിയ ശരങ്ങൾ, വജ്രായുധം, ഇരുമ്പുലക്ക മുതലായ ആയുധങ്ങളുമായി ലക്ഷം വീരഭടന്മാർ അവന്റെ അടുത്തേക്ക് പോകട്ടെ. രാവണന്റെ ആജ്ഞ നടത്താൻ നിർഭയരായ പോരാളികൾ തന്റെ നേർക്ക് വരുന്നത് കണ്ടു. പർവ്വതങ്ങളോടുകൂടി ഭൂമി മുഴുവൻ കുലുങ്ങും വണ്ണം ഹനുമാൻ സിംഹഗർജനം മുഴക്കി. അത് കേട്ട രാക്ഷസന്മാർ ഭയന്ന് ബോധം കെട്ട് വീണു. വീണ്ടും എഴുന്നേറ്റവർ സംഭ്രമത്തോടെ ഹനുമാന്റെ നേരെ ചെന്ന് മൂർച്ചയേറിയ ശരം തുടങ്ങിയ പല ആയുധങ്ങൾ പ്രയോഗിച്ചു. അവരെയെല്ലാം ഹനുമാൻ നിഷ്പ്രയാസം ഇരുമ്പുലക്ക് കൊണ്ട് അടിച്ചു കൊന്നു. തന്റെ ലക്ഷം പടയാളികൾ കൊല്ലപ്പെട്ടതറിഞ്ഞ് വളരെ ക്രുദ്ധനായ രാവണൻ വീരന്മാരായ 5 സർവ്വസൈനാധിപന്മാരെ അയച്ചു. അവരും ശത്രുക്കളെ കൊല്ലാൻ സമർത്ഥനായ ഹനുമാനോടേറ്റ് മരണം പ്രാപിച്ചു. ഇതറിഞ്ഞ രാവണൻ കോപക്രാന്തനായി പറഞ്ഞു, അവന്റെ ശക്തി അത്ഭുതകരം തന്നെ. എനിക്ക് പോലും ഭയം തോന്നുന്നു. വലിയ സൈന്യമായി പോയ 5 സേനാനായകരും എനിക്ക് അപമാനമുളവാക്കും വിധം കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അവനെ ജീവനോടെ പിടിച്ചുകെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമാന്മാരായ 7 മന്ത്രിപുത്രന്മാർ സൈന്യസമേതരായി പോകട്ടെ. രാവണന്റെ വാക്കുകൾ കേട്ട് വടി, മുസലം, വാൾ, അമ്പ്, വില്ല് മുതലായ ആയുധങ്ങളോടുകൂടി കഠിനമായി അലറിക്കൊണ്ട് രാക്ഷസ ശ്രേഷ്ഠന്മാർ സൈന്യസമേതരായി ഹനുമാന്റെ അടുത്തെത്തി. ഭൂമണ്ഡലം മുഴുവൻ വിറയ്ക്കത്തക്കവണ്ണം അലറിക്കൊണ്ടിരുന്ന ഹനുമാന്റെ നേരെ നിരവധി ആയുധങ്ങൾ പ്രയോഗിച്ചു. അവരെയെല്ലാം ഹനുമാൻ ഇരുമ്പ് തൂണുകൊണ്ട് അടിച്ചു കൊന്നു. തന്റെ സവിജന്മാരുടെ 7 പുത്രന്മാരും അസംഖ്യം ഭടന്മാരും മരിച്ചുവെന്ന് കേട്ട രാവണന്റെ മനസ്സ് കഠിന ദുഃഖവും ഭയവും അഭിമാനക്ഷതം നിമിത്തമുള്ള ലജ്ജയും കൊണ്ട് അസ്വസ്ഥമായി. ഇവനോട് പൊരുതി ജയിക്കാൻ ഇനി മറ്റാരുമില്ല. ഇങ്ങനെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. ഇവരിൽ ഒരാൾ എതിർത്താൽ പോലും 3 ലോകങ്ങളിലെ ദേവന്മാരോ അസുരന്മാരോ ആരും നേരെ നിൽക്കുകയില്ല. അങ്ങനെയുള്ള രാക്ഷസവീരന്മാർ പലരും ഒരു കുരങ്ങിനോട് പൊരുതി മരിച്ചു. എന്റെ പുണ്യമെല്ലാം നശിച്ചു. ഇങ്ങനെ പലതും ചിന്തിച്ച് പരവശനായി തളർന്ന പിതാവിനെ വിനയത്തോടു കൂടി തൊഴുതുകൊണ്ട് ഇളയ മകൻ ആദരപൂർവ്വം പറഞ്ഞു, പിതാവേ, വീരപുരുഷന്മാർക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഈ ദുഃഖം മതി മതി. സകല രാജാക്കന്മാർക്കും അനുചിതമായ ഈ മനോദുഃഖം ധൈര്യവും ശൗര്യവും തേജസ്സും നശിപ്പിക്കുന്ന ഒന്നത്രേ. ശത്രുവിനെ നിമിഷ നേരത്തിനകം ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷകുമാരൻ പുറപ്പെട്ടു. അപ്പോൾ ഹനുമാൻ കോട്ടയിലെ വളച്ചുവാതിലിന് മുകളിൽ കയറിയിരുന്നു. അക്ഷകുമാരനെ ഹനുമാൻ വളരെ അടുത്ത് കണ്ടു. ശരങ്ങളേറ്റ് ശരീരം മുഴുവൻ കീറിമുറിഞ്ഞ ഹനുമാൻ കോപത്തോടുകൂടി മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പെട്ടെന്ന് അക്ഷകുമാരന്റെ ശിരസിലേക്ക് മുദ്ഗരമെറിഞ്ഞു. ശക്തനും മനോഹരനുമായ അക്ഷകുമാരൻ പെട്ടെന്ന് കാലപുരി പൂകി. ദേവകുലത്തിന്റെ ശത്രുവും രാക്ഷസ രാജാവുമായ രാവണൻ ഈ വാർത്ത കേട്ട് ദുഃഖാർത്തനായി. ഇന്ദ്രനെ ജയിച്ചവനും വലിയ ബലവാനുമായ മകൻ ഇന്ദ്രജിത്തിനെ മാറോടണച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ സഹോദരൻ കാലപുരിയിൽ എത്തിയത് നീ അറിഞ്ഞില്ലേ?
എന്റെ മകനെ യുദ്ധത്തിൽ വധിച്ച വാനരനെ കാലപുരിയിലേക്ക് അയക്കാൻ വലിയ സൈന്യവുമായി ഞാൻ വേഗം പോവുകയാണ്. നിന്റെ അനുജന്റെ ഉദകക്രിയകൾ പിന്നീട് നടത്താം. പിതാവിന്റെ വാക്കുകൾ കേട്ടിട്ട് ഇന്ദ്രജിത്ത് ഉടനെ ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, അങ്ങ് ദുഃഖം മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. അങ്ങയുടെ സങ്കടമെല്ലാം ഞാൻ പരിഹരിക്കാം. എന്തായാലും അവൻ മരണമില്ലാത്തവനാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരുത്തൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ കടന്നു വരികയില്ല. അവൻ മരണഭയമില്ലാത്തവനാണെങ്കിൽ ബ്രഹ്മാസ്ത്രം ഏത് ബന്ധിച്ചിവിടെ കൊണ്ടുവരുന്നുണ്ട്. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ തന്നിട്ടുള്ള വരബലത്തിനാൽ ഇന്ദ്രനെ പോലും യുദ്ധത്തിൽ ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്ന് എതിരിട്ടത് അത്ഭുതകരം തന്നെ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരുപക്ഷെ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ധാർമ്മികമോ അധാർമികമായ മാർഗത്തിലൂടെയോ കപടവൃത്തിയിലൂടെ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും താമസമില്ലാതെ ഞാൻ അങ്ങയുടെ സമീപത്ത് അവനെ കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ ആപത്തുണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീ നിമിത്തമാണ്. ഇത് സാമ്പത്തിക നഷ്ടം വരുത്തുമെന്ന കാര്യം നിശ്ചയമാണ്. അങ്ങിവിടെ സുഖമായി വസിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വെറുതെ ദുഃഖിക്കരുത്. ഇപ്രകാരം പിതാവിനോട് നയത്തോടെ ഹിതകരമായി സംസാരിച്ചിട്ട് ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. പടച്ചട്ട, അമ്പ്, വില്ല് തുടങ്ങിയവ ധരിച്ച് തേരിൽ കയറി രാമദൂതനെ ജയിക്കുന്നതിനായി ഇന്ദ്രജിത്ത് വേഗം പുറപ്പെട്ടു. വീരനായ ഹനുമാൻ ഗർജിച്ചുകൊണ്ട് ഗരുഡനെ പോലെ ആകാശത്തിലേക്ക് കുതിച്ചു. കയ്യൂക്കും വീര്യവും വേഗവും കണ്ട ഇന്ദ്രജിത്തിനും ഹനുമാനും പരസ്പരം ബഹുമാനം തോന്നി. സിംഹപരാക്രമനായ ഇന്ദ്രജിത്ത് ഹനുമാന്റെ ശിരസിൽ 5 ശരങ്ങൾ എഴുതു. പെട്ടെന്ന് 8 ശരങ്ങൾ ഹൃദയത്തിലും 6 ശരങ്ങൾ വീതം കാലുകളിലും മൂർച്ചയേറിയ ഒരു ശരം വാലിലും എഴുതിട്ട് ഇന്ദ്രജിത്ത് സിംഹഗർജനത്താൽ പ്രപഞ്ചം മുഴുവൻ വിറപ്പിച്ചു. ശരങ്ങളേറ്റ് ക്ഷീണിച്ച ഹനുമാൻ ഒരു തൂണ് പിഴുതെടുത്ത് തേരാളിയെ പെട്ടെന്ന് അടിച്ചു കൊന്നു. കുതിരകളെയും രഥത്തെയും അടിച്ചു തകർത്തപ്പോൾ മേഘനാഥൻ ദൂരെ ചാടി രക്ഷപ്പെട്ടു. പിന്നീട് കുറെ കൂടി വലിയ ഒരു തേരിൽ കയറി വന്ന് ഇന്ദ്രജിത്ത് അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചു. ക്രുദ്ധനായ ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റ് ഹനുമാന്റെ രോമങ്ങൾ നന്നായി കീറി. അതുകൊണ്ടും അവന് ക്ഷീണമില്ലെന്ന് കണ്ട ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിനെ ഹനുമാൻ ബഹുമാനപൂർവ്വം ആദരിച്ച് ബോധം കെട്ട് ഭൂമിയിൽ വീണു. ഇന്ദ്രജിത്ത് വായുപുത്രനായ ഹനുമാനെ പിടിച്ചുകെട്ടി പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വണങ്ങി. പണ്ട് ദേവന്മാർ നൽകിയ വരത്തിനാൽ ഹനുമാൻ ഇതെല്ലാം കൊണ്ട് ഒരു മനപ്രയാസവും ഉണ്ടായില്ല. നളിനാക്ഷനായ ശ്രീരാമന്റെ നാമങ്ങൾ സദാ ജപിക്കുന്നവർ ഭക്തി കൊണ്ട് പരിശുദ്ധ മനസ്കരായി അജ്ഞാന നിമിത്തം ദീർഘകാലം ചെയ്ത കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വളരെ വേഗം മോചിതരായി സുസ്ഥിതമായ വിഷ്ണുപദം പ്രാപിക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ ശ്രീരാമന്റെ പാദകമലങ്ങൾ ഹൃദയത്തിൽ ധരിക്കുന്ന ശ്രീരാമദൂതന് ബന്ധനമുണ്ടാകുമോ? ജനന മരണ രൂപത്തിലുള്ള വികാരങ്ങളുമായി ബന്ധമില്ലാത്തവർക്ക് മറ്റു തരത്തിലുള്ള ബന്ധനങ്ങൾ കൊണ്ട് എന്തു ദുഃഖമുണ്ടാകാനാണ്? കൈകാലുകൾക്ക് ക്ഷീണമുണ്ടെന്ന് നടിച്ചുകൊണ്ട് ഹനുമാൻ അല്പനേരം കിടന്നു. അപ്പോൾ കൗതുകത്തോടെ രാക്ഷസന്മാരെത്തി കയർ കഷ്ണം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു. അതോടെ ശക്തനും ദേവശത്രുവുമായ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ള ബന്ധനം ഇല്ലാതായി. ഇതൊന്നും കൊണ്ട് ഹനുമാന് ദുഃഖമുണ്ടായില്ല. എങ്കിലും ബന്ധനസ്ഥനാണെന്ന ഭാവം ഹനുമാൻ ഉപേക്ഷിച്ചില്ല. രാക്ഷസന്മാർ ആർത്ത് വിളിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ കാര്യഗൗരവത്തിനു വേണ്ടി ഹനുമാൻ നിശ്ചലനായി കിടന്നു. ഹനുമാനെ രാക്ഷസ രാജാവായ രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു: നിരവധി രാക്ഷസന്മാരെ യുദ്ധത്തിൽ കൊന്നവനായ ഇവന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് വേഗം ഞാൻ ബന്ധിച്ചു. അച്ഛൻ മന്ത്രിമാരുമായി ആലോചിച്ച് ഇവനെ എന്തു ചെയ്യണമെന്ന് വിധിച്ചാലും ഈ വാനരശ്രേഷ്ഠൻ വെറും സാധാരണക്കാരനല്ല. ശത്രുവർഗത്തിനെല്ലാം ഇവൻ കാലനാണ്. മകന്റെ വാക്കുകൾ കേട്ട് പ്രഹസ്തനോട് ആലോചിച്ചതിനു ശേഷം ഇവൻ ഇവിടെ വരാൻ കാരണം എന്താണ്? എവിടെ നിന്നാണ് വരുന്നത്? ഇവിടുത്തെ പൂന്തോട്ടം തകർത്ത് ഉദ്യാനപാലകരെ കൊന്നതെന്തിനാണ്? നീ ആരുടെ ദൂതനാണ്? എന്നെല്ലാം ഹനുമാനോട് ചോദിക്കാൻ രാവണൻ പ്രഹസ്തനോട് ആജ്ഞാപിച്ചു. അതനുസരിച്ച് പ്രഹസ്തൻ വിനയത്തോടെ നയത്തിൽ ഹനുമാനോട് ചോദിച്ചു: വാനര, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? മഹാബുദ്ധിമാനായ നീ ഈ രാജ്യസഭയിൽ സത്യം പറയൂ, എങ്കിൽ നിന്നെ തീർച്ചയായും വിട്ടയക്കാം. നിന്റെ മനസ്സിലുള്ള ഭയമെല്ലാം കളയുക. ബ്രഹ്മസഭയ്ക്ക് തുല്യമായ ഈ സഭ നീ കാണുക. അസത്യം പറയലോ അധാർമിക പ്രവൃത്തികളോ ഈ ലങ്കാ രാജ്യത്തിലില്ല. സകല രാക്ഷസ സൈന്യത്തിന്റെയും അധിപനായ പ്രഹസ്തന്റെ നീതിപൂർവമായ ചോദ്യങ്ങൾ കേട്ട് ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ദഹാസത്തോടെ ഹനുമാൻ സ്ഫുടവും വിശദവുമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു: ജളപ്രഭു, കേൾക്കൂ. സംപൂജ്യനായ ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ. ലോകനാഥനും എന്റെ നാഥനും ഇന്ദ്രപൂജിതനും പുണ്യപുരുഷനും അനന്തശായിയും പരിശുദ്ധനും അഖിലേശ്വരനും അസുര ശത്രുക്കളായ ദേവന്മാർക്ക് മുക്തി നൽകുന്നവനും ശിവന്റെ ഹൃദയമാകുന്ന മണിമന്ദിരത്തിൽ വസിച്ചുകൊണ്ടും ശിവനാൽ സേവിക്കപ്പെടുന്നവനും പഞ്ചഭൂത സ്വരൂപനും പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവനും ലക്ഷ്മീകാന്തനും ഭൂപതിയും ശിവനും സമ്മതനും നിർമ്മലനുമായ എന്റെ ദേവൻ ശ്രീരാമ ഭഗവാൻ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭാര്യയായ സീതാദേവിയോടും അനുജനായ ലക്ഷ്മണനോടും കൂടി കാട്ടിൽ പാർക്കുമ്പോൾ നീ ചെന്ന് ദേവിയെ കട്ടുകൊണ്ടുവന്നു. നിന്റെ മരണത്തിന് വിധികൽപ്പിതമായ കാരണം മാത്രമാണിത്.
പിന്നീട് ശ്രീരാമൻ അനുജനുമായി ദുഃഖത്തോടെ മതങ്കാശ്രമത്തിലെത്തി സുഗ്രീവനുമായി താല്പര്യപൂർവ്വം സഖ്യം ചെയ്തതിനു ശേഷം ഇന്ദ്രപുത്രനായ ബാലിയെ ഒരമ്പ് കൊണ്ട് കൊന്ന് സുഗ്രീവനെ കിഷ്കിന്ധയുടെ അധിപതിയാക്കി. ഭക്തനായ അവന്റെ ദുഃഖം പരിഹരിച്ചു. അതിനു പ്രത്യുപകാരമായി സുഗ്രീവൻ സീതാന്വേഷണത്തിനായി ദിക്കുകൾ തോറും 1,00,000 വീതം വാനരശ്രേഷ്ഠരെ അയച്ചു. അവരിൽ ഒരാളായ ഞാൻ ഇവിടെ വന്ന് സീതയെ കണ്ടു. പൂന്തോട്ടത്തിലെ വൃക്ഷങ്ങളും മറ്റും അടിച്ചു തകർത്തത് വാനരന്മാരുടെ സഹജ സ്വഭാവം കൊണ്ട് മാത്രമാണ്. എന്നെ കൊല്ലാൻ വന്നതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിൽ രാക്ഷസന്മാരെ എല്ലാം കൊന്നത്. മരണഭയമില്ലാത്ത ഒരു ജീവിയും ലോകത്തിലില്ല രാവണ. ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നിന്റെ ഭൃത്യസമൂഹത്തെ ഞാൻ കൊന്നത്. 100 കോടി വയസ്സായാലും ജീവികൾക്ക് സ്വന്തം ശരീരം വളരെ പ്രിയപ്പെട്ടതാണ്. നിന്റെ മകൻ അയച്ച ബ്രഹ്മാസ്ത്രപാശത്താൽ കാൽക്ഷണം ഞാൻ ബന്ധനസ്ഥനായി. ബ്രഹ്മാതിദേവന്മാർ നൽകിയ വരപ്രസാദത്താൽ എന്റെ ശരീരത്തിന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. എനിക്ക് പരാജയമോ മരണമോ ഉണ്ടാവുകയില്ല. എങ്കിലും ബന്ധനസ്ഥനാണെന്ന ഭാവത്തിൽ ഞാൻ ഇവിടെ വന്നു. അതിന് കാരണമുണ്ട്, കേൾക്കുക. നിനക്ക് ഹിതകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് ഞാൻ വിചാരിച്ചു. അറിവില്ലാത്തവരുടെ അജ്ഞാനം നീക്കേണ്ടത് അറിവുള്ളവരുടെ കടമയാണ്. അജ്ഞാനികൾക്ക് മോക്ഷം ലഭിക്കാനുള്ള ആത്മോപദേശം നൽകേണ്ടത് കാരുണ്യമുള്ള മഹാത്മാക്കളുടെ ധർമ്മമാണ്. ഈ ലോകഗതിയെപ്പറ്റി ഭവാൻ വേണ്ടവിധം ആലോചിക്കുക. മോഹമാകുന്ന മഹാസമുദ്രത്തിൽ അങ്ങ് മുങ്ങിപ്പോകരുത്. അല്ലയോ രാവണ, നീ രാക്ഷസീയമായ ബുദ്ധി ഉപേക്ഷിക്കുക. ദൈവികമായ മാർഗം കൈക്കൊള്ളുക. അത് ജനന മരണ ഭയം നശിപ്പിക്കും. മറ്റേത് സംസാര ദുഃഖം ഉളവാക്കുന്ന മായയാണ്. അമൃതതുല്യവും നിർമ്മലവുമായ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് നേടാൻ യോഗ്യതയുള്ള ഉത്തമ വംശത്തിൽ ജനിച്ചവനാണങ്ങ്. ആത്മജ്ഞാനം സമ്പാദിച്ച് നീ മനസ്സിലുള്ള കാമം, കോപം, ദ്വേഷം, ലോഭം എന്നിവ ഉപേക്ഷിക്കൂ. ബ്രഹ്മപുത്രനായ പുലസ്ത്യന്റെ മകനായ വിശ്രവസിന്റെ സുതനായ നീ കുലവിശുദ്ധിയുള്ളവനാണ്. അതിനാൽ രാക്ഷസ സ്വഭാവം സ്വീകരിക്കരുത്. അസുരൻ, ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, പാമ്പ് തുടങ്ങിയ ഭേദബുദ്ധി കൊണ്ടുണ്ടാകുന്ന ദേഹാത്മബുദ്ധി നീ ഉപേക്ഷിക്കുക. മായയ്ക്കും സത്വരജസ് തമോ ഗുണങ്ങൾക്കും കീഴ്പ്പെട്ടതിനാൽ ദേഹവും പ്രാണനും പരസ്പരം ബന്ധരാകും. ഈ പ്രാണനും ദേഹവുമല്ല ആത്മാവ്. പരമപുരുഷന്റെ മറിമായങ്ങൾ അറിയാൻ പ്രയാസമാണ്. ജീവാത്മാവിൽ പരമാത്മാവിനെ ദർശിച്ച് നീ സന്തുഷ്ടനാകുക. മോക്ഷം നേടുന്നതിന് നിനക്ക് ഞാൻ ഒരു വഴി ഉപദേശിച്ചു തരാം. നീ ശ്രദ്ധിച്ചു കേൾക്കൂ. സദാ മനസ്സിൽ അളവറ്റ വിഷ്ണുഭക്തി ഉണ്ടായാൽ ആത്മവിശുദ്ധി ഉണ്ടാകും. മനസ്സിൽ നിന്ന് പാപമകന്ന് ശുദ്ധമാകുന്നതോടെ തത്വജ്ഞാനമുണ്ടാകും. പരിശുദ്ധമായ മനസ്സിൽ ഭഗവാന്റെ തത്വജ്ഞാനത്തെക്കുറിച്ചുണ്ടാകുന്ന കലർപ്പറ്റ പരമാനന്ദത്തിന് അനുഭൂതിയിൽ ലയിച്ച് രാക്ഷസവംശമാകുന്ന വനത്തിന് കാട്ടുതീയായിട്ടുള്ള രാമരാമ എന്ന 2 അക്ഷരം സദാ ജപിക്കുകയും ലൗകിക വിഷയങ്ങളിലുള്ള താല്പര്യം മനസ്സിൽ നിന്ന് ശാശ്വതമായി ഉപേക്ഷിക്കുകയും ശ്രീരാമപദധ്യാനം മനസ്സിൽ ഉറപ്പിക്കുകയും അറിവ് കുറവുള്ളവർ ചെയ്യണം. അതിനാൽ സംസാര ഭയം നശിപ്പിക്കുന്നതും ഭക്തലോകപ്രിയയും കോടി സൂര്യന്മാർക്ക് തുല്യശോഭയുള്ളതുമായ വിഷ്ണുവിന്റെ പാദകമലങ്ങൾ നീ ഭജിക്കൂ. വായുപുത്രനായ ഹനുമാൻ പറഞ്ഞ അമൃതതുല്യമായ വാക്കുകൾ കേട്ട് 20 കണ്ണുകളിൽ തീക്കനൽ ചിതറുന്നു എന്ന് തോന്നുമാർ കോപത്തോടെ കണ്ണുരുട്ടിക്കൊണ്ട് രാവണൻ പറഞ്ഞു, ഇവനെ എള്ളിൻമണി പോലെ ചെറുതായി വെട്ടിനുറുക്കുവിൻ. ഇത്രയും ധിക്കാരം മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പം ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ജന്തുക്കൾ ഇതുപോലെ പറയുമോ? പാപിയും ദുഷ്ടാത്മാവും നീചനുമായ ഇവന് ഭയമോ വിനയമോ ഇല്ല. പറയൂ, എന്നോട് പറയൂ, ആരാണ് ഈ രാമൻ? വനവാസിയായ സുഗ്രീവൻ ആരാണ്? അവരെയും സീതയെയും മഹാദുഷ്ടനായ നിന്നെയും ഞാൻ കൊല്ലുന്നുണ്ട്. രാവണന്റെ വാക്കുകൾ കേട്ട് കോപിച്ച ഹനുമാൻ പല്ല് കടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. നിന്നെ പോലെ രാക്ഷസ രാജാക്കന്മാരെന്ന് അഹങ്കരിക്കുന്ന 100,000 രാവണന്മാർ ഒരുമിച്ച് വന്ന് എതിർത്താലും എന്റെ ചെറുവിരലിന് തികയുകയില്ല. കശ്മല, പിന്നെയാണ് നിന്റെ പരാക്രമം. ഹനുമാന്റെ വാക്കുകൾ കേട്ട രാവണൻ തന്റെ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഈ കള്ളനെ കൊല്ലാൻ ആയുധധാരിയായ ഒരു രാക്ഷസനും ഇവിടെയില്ലേ? പറയൂ. അപ്പോൾ ഒരാൾ ഹനുമാന്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അരുത് അരുത്, ഇത് പാപമാണ്. ദൂതനെ കൊല്ലുന്നത് രാജാക്കന്മാർക്ക് യോജിച്ചതാണോ? നാം ഇവനെ ഇവിടെ വെച്ച് വധിച്ചാൽ അത് രാഘവൻ എങ്ങനെ അറിയും? അതിനാൽ ഇവൻ ഒരടയാളമുണ്ടാക്കി അങ്ങോട്ട് അയക്കണം. അതാണ് രജോചിതമായ പ്രവൃത്തി. രാവണ സഹോദരനായ വിഭീഷണൻ സഭയിൽ പ്രകടിപ്പിച്ച ഈ വാക്കുകൾ കേട്ടിട്ട്, എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചു. രാമായണമാസം 22-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.